നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ശ്രീല, ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ജീവമാതാ കോൺവെന്റിലെ ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടിരുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വന്നല്ലോ. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ സാമൂഹ്യ സേവനത്തിന്റെയും അനാഥാലയങ്ങളുടെയൊക്കെ പേരിൽ നടക്കുന്ന, അതായത് പെൺകുട്ടികളല്ല ആൺകുട്ടികളായാലും നേരിടുന്ന പീഡനങ്ങളെ കുറിച്ചെല്ലാം നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. അതിനെതിരെ സർക്കാർ നടപടികൾ എടുക്കേണ്ടിയിരിക്കുന്നു. ഇതെല്ലാം മോണിറ്റർ ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അതെ. അനാഥാലയങ്ങളുടെയും ഈ ചാരിറ്റി പ്രവർത്തനം, മനുഷ്യാവകാശ സംഘടനകള്, ഇങ്ങനെ നിരവധി സംഘടനകൾ ഇപ്പോൾ ഉണ്ട്. ഇത്തരത്തിലുള്ള ഈ സംഘടനകളിൽ 90% തട്ടിപ്പും വെട്ടിപ്പുമാണെന്നുള്ളത് പണ്ട് മുതലേ നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഈ തട്ടിപ്പും വെട്ടിപ്പും നിലനിൽക്കുമ്പോഴും ഇതിനെ റിവ്യൂ ചെയ്യുന്ന കമ്മിറ്റികൾ, ഇപ്പോ CWC, അതുപോലെ തന്നെ ഈ ജീവമാതാ കോൺവെന്റുമായി ബന്ധപ്പെട്ടുള്ള വിവാദമാണ് ഇപ്പോൾ ഉയരുന്നത്. അതുമായി ബന്ധപ്പെട്ടാണെങ്കിൽ CWC, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കളക്ടർ, ഇതിന്റെ സത്യത്തിലൊരു കുട്ടിയെ CWC വഴി ഒരു സ്ഥാപനത്തിന് കൈമാറിയ ആ കുട്ടിയുടെ ഗാർഡിയൻ എന്ന് പറയുന്നത് കളക്ടറാണ്. അപ്പോ അത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് CWC അടക്കമുള്ളവരുടെ ഭാഗത്തുനിന്നും കൃത്യമായ വിലോപം ഉണ്ടായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം കേസ് എടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ അനാഥാലയത്തിൽ ഒരു പെൺകുട്ടിയെ അനാഥാലയത്തിന്റെ നടത്തിപ്പുകാരന്റെ മകൻ കല്യാണം കഴിക്കുന്നു. ആ നടത്തിപ്പുകാരുടെ മകൻ കല്യാണം കഴിക്കുമ്പോൾ വലിയ വാർത്തയാക്കി, വലിയ രീതിയിലുള്ള ഒരു സോഷ്യൽ മീഡിയ ഹൈപ്പൊക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വലിയ വാർത്തയാക്കിക്കൊണ്ടാണ് അവർ വിവാഹം നടത്തിയത്. അതിനുശേഷം അവർ യൂട്യൂബ് ചാനൽ, പലപ്പോഴും ഇപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള പബ്ലിക് റിലേഷൻ വർക്കുകൾ പലരും ചെയ്യുന്നത് യൂട്യൂബും പണം ഉണ്ടാക്കാനും എളുപ്പത്തിൽ ജനശ്രദ്ധ ആകർഷിക്കാനുമാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനത്തിലൂടെ ഇവർ ഇത്തരത്തിൽ തന്നെ വലിയ രീതിയിൽ ഒരു നന്മമരമായി വാഴ്ത്തപ്പെടുകയും അതിനുശേഷം യൂട്യൂബ് ചാനൽ തുടങ്ങുകയും ഒക്കെ ചെയ്തു. സത്യത്തിൽ ഈ വിവാഹം കണ്ട ഒരാളാണ് ഞാനും. ആ സോഷ്യൽ മീഡിയ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം അച്ഛനും അമ്മയും, അമ്മ മരിച്ചുപോയതാണ്, അച്ഛൻ ഏറ്റെടുക്കില്ല എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയെ ഒരു പയ്യൻ വിവാഹം കഴിക്കുന്നു, അതും അനാഥാലയം നടത്തിപ്പുകാരിയുടെ മകൻ. അപ്പോൾ ഭയങ്കര സന്തോഷം നമുക്ക് എവർക്കും തോന്നുന്നൊരു, ആ കുട്ടി സനാഥയാകുന്നു എന്നുള്ളത് വളരെ സന്തോഷം തോന്നുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷെ പിന്നീടാണ് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇപ്പോൾ ഓരോന്നോരോന്നായി പുറത്തു വരികയാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഴിമതി കഥകൾ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവിടുത്തെ മനുഷ്യാവകാശ ധ്വംസനങ്ങൾ, ഈ കുട്ടി നേരത്തെ തന്നെ ഓൾറെഡി പീഡിപ്പിക്കപ്പെട്ട ശേഷമാണ് വിവാഹം കഴിച്ചത്, അല്ലെങ്കിൽ പെൺകുട്ടി ഗർഭിണിയായ ശേഷമാണ് വിവാഹത്തിലേക്ക് വന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ 18 വയസ്സിന് മുമ്പ് ഈ പെൺകുട്ടി പ്രഗ്നന്റ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് പൂർണ്ണ വളർച്ചയെത്തിയ കുട്ടിയാണ് 7ാം മാസത്തിൽ ഇവർ പ്രസവിച്ചത്. അതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ CWCയുടെ കൂടി, CWC അതുപോലെ തന്നെ ഉള്ള ആശുപത്രിയുടെ ഒക്കെ വെർഷൻ എടുത്ത ശേഷമാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനിയും അവിടെ നിരവധി പെൺകുട്ടികളുണ്ട്. ഇങ്ങനെ ഒരു നമുക്കറിയാം, ചില സ്ഥലങ്ങളിൽ നിന്ന് പെൺകുട്ടികൾ ചാടി പോവുകയും പുറത്തു പോവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ സംഘടനകൾ നോക്കുമ്പോൾ, സംഘടനകൾ മാത്രമല്ല സർക്കാരിന്റെ സംവിധാനങ്ങളും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് റീഹാബിലിറ്റേഷൻ സെന്ററുകളിൽ നടക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഏറ്റവും ഗുരുതരമാകുന്നത്, അതിന് ചുക്കാൻ പിടിച്ചത് അവിടുത്തെ ആ ആളായിരുന്നു, അവിടുത്തെ അതിന്റെ നടത്തിപ്പുകാരിയായിരുന്നു, നടത്തിപ്പുകാരിയുടെ മകനാണ് എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ വിഷയം. അവിടെ എങ്ങനെയാണ് ഇനി വിശ്വസിപ്പിച്ച്, അല്ലെങ്കിൽ ഒരു കുട്ടിയെ വിശ്വസിച്ച് അവിടെ എത്തിക്കാൻ കഴിയുക? അവിടേക്ക് കുട്ടികൾ എത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ആ കുട്ടികളെ എങ്ങനെയാണ് സംരക്ഷിക്കാൻ കഴിയുക എന്നുള്ളത് ഒരു വലിയ പ്രശ്നമായി തന്നെ നിലനിൽക്കുകയാണ്. ഇവിടെ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ പണം ഉണ്ടാക്കാനുള്ള മാർഗമായി മാത്രം ഉപയോഗിക്കുന്നവരാണ് ഇവർ എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട നിരവധി ആരോപണങ്ങൾ ഇവരുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അവരുടെ വ്യക്തിപരമായ വിഷയങ്ങളെ കുറിച്ചുള്ള ആരോപണങ്ങൾ നമ്മൾ ഉന്നയിക്കുന്നില്ല. പക്ഷെ ഒരു സ്ഥാപനം നടത്തുമ്പോൾ ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട, ആ സ്ഥാപനത്തിൽ സുരക്ഷ ഉറപ്പാക്കേണ്ട ആ സംവിധാനം തന്നെ ഇല്ലാതായി പോകുന്നു, അല്ലെങ്കിൽ സുരക്ഷയ്ക്ക് വിഘാതം സൃഷ്ടിക്കുന്ന രീതിയിൽ ആ സംവിധാനം ഇല്ലാതായി പോകുന്നു എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. നമുക്കറിയാം, ഇവിടെ നിരവധി മനുഷ്യാവകാശ സംഘടനകൾ, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, മനുഷ്യാവകാശ സംഘടനകളും ഈ ചൈൽഡ് കുട്ടികളെയൊക്കെ വെച്ചുകൊണ്ട് വൃദ്ധസദനങ്ങൾ, കുട്ടികളെ വെച്ചുകൊണ്ടുള്ള ശിശു സദനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ സംഭവിക്കുന്നത്, ഓരോ കുട്ടിക്കും വലിയ സ്പോൺസർഷിപ്പ് വാങ്ങിക്കൊണ്ട് കുട്ടികളെ നോക്കുന്നു എന്ന വ്യാജേന, കുട്ടികളെ സംരക്ഷിക്കുന്നു എന്ന വ്യാജേനയാണ് ഇവർ ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്തുന്നത്. നമുക്കറിയാം, 18 വയസ്സിലേക്ക് കടക്കുന്ന പെൺകുട്ടിയെ അവിടെ നിന്നും മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് മാറ്റേണ്ടതുണ്ട്. അപ്പോൾ 18 വയസ്സാകുമ്പോൾ ഇവിടെ നിർത്താൻ നിയമമില്ലാത്തത് കൊണ്ടാണ് തന്റെ മകൻ വിവാഹം കഴിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ വിവാഹം നടത്തുന്നത്. നമുക്കറിയാം, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിരവധി വ്യാജ നിർമ്മിതികൾ ഇത്തരത്തിൽ ഉണ്ടാകുന്നുണ്ട്. അതിന് കാരണം ഈ എന്റർടൈൻമെന്റ് ചാനലുകളുടെ കടന്നുകയറ്റമാണ്. പലപ്പോഴും എന്റർടൈൻമെന്റ് ചാനലുകൾ ആരെന്ത് പറഞ്ഞാലും, ആരെങ്കിലും തുമ്മിയാലും, ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ മനുഷ്യ കോമാളിത്തരം കാണിച്ചാലും ഒക്കെ സോഷ്യൽ മീഡിയ വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ആ പ്രാധാന്യം കൊടുക്കുന്നത് തന്നെയാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നടത്തുന്നവരെ വളർത്താനുള്ള കാരണങ്ങളാക്കി മാറ്റുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അത്തരത്തിലുള്ള ചില കാരണങ്ങളാണ് ഈ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോലും വഴിതെളിക്കുന്നത്. ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന, ഈ സ്ത്രീ ഇവരുടെ മകന്റെ കല്യാണം നടത്തുന്നു, കല്യാണത്തിന് ശേഷം നിരന്തരമായി സോഷ്യൽ മീഡിയ ഇടപെടൽ നടത്തുന്നു, നന്മമരം എന്ന രീതിയിൽ വാഴ്ത്തപ്പെടുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പണം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ അവരുടെ ബിസിനസ് കൊഴിപ്പിക്കാനുള്ള ഒരു മാർഗമായി തന്നെ അത് കാണേണ്ടിയിരിക്കുന്നു. ഈ ബിസിനസ് കൊഴിപ്പിക്കുന്ന മാർഗത്തിനപ്പുറത്തേക്ക്
അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു സംവിധാനത്തിന് അപ്പുറത്തേക്ക് ഒരു ആത്മാർത്ഥതയോട് കൂടിയുള്ള ഇടപെടലാണോ നടത്തിയത് എന്നുള്ളത് സംശയിക്കേണ്ട കാര്യമാണ്. മാത്രമല്ല അവിടുത്തെ വൃത്തിഹീനമായ അന്തരീക്ഷത്തെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട വൃത്തിഹീനമായ അന്തരീക്ഷം, അവിടുത്തെ അന്തേവാസികൾക്ക് ഭക്ഷണം കിട്ടാത്ത അടക്കമുള്ളവ. എന്നാൽ ഒരു പണിയും ചെയ്യാത്ത ഈ ചാരിറ്റി മാത്രം പ്രവർത്തനമായി നടത്തുന്ന ഈ അനാഥാലയം നടത്തിപ്പുകാരി ഇപ്പോൾ മകനും മകളെയും ഒക്കെ സെറ്റിൽഡ് ആക്കി, മകന് വീട് വെച്ചു കൊടുത്തു, മകൾക്ക് വീട് വെച്ചു കൊടുത്തു എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പോ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പണം വരുന്ന മാർഗം എന്താണ്? ഇങ്ങനെയുള്ള ചാരിറ്റി പ്രവർത്തനം തന്നെയാണ്. ആ ചാരിറ്റി പ്രവർത്തനത്തിലൂടെ കിട്ടുന്ന പണം സമ്പാദിച്ചുകൊണ്ട് അത് സ്വന്തം ഇഷ്ടത്തിനും സ്വന്തം ആവശ്യത്തിനും ചെലവഴിച്ചുകൊണ്ട് ഈ പാവങ്ങളുടെ മറവിൽ ആ പാവങ്ങളെ പീഡിപ്പിക്കുകയായിരുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ ഇപ്പൊ പുറത്തു വരുന്നുണ്ട്. ഏതായാലും സോഷ്യൽ മീഡിയ ഗുണവും ദോഷവും ഒരേ സമയം ചെയ്യുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു വഴിയിലൂടെ ഇത്തരത്തിലുള്ള ആൾക്കാരെ പ്രൊജക്ട് ചെയ്തുകൊണ്ട് എന്റർടൈൻമെന്റ് ചാനലുകൾ വരുമ്പോൾ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരും അത്തരത്തിലുള്ളവരും ചെയ്യുന്നത് ചിലപ്പോഴെങ്കിലും, എല്ലാം ഒന്നും പറയാൻ കഴിയില്ല എങ്കിലും ചിലപ്പോഴെങ്കിലും നല്ല കാര്യമാണ്. അത്തരത്തില് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്തവരുടെ ഒരു നിലപാടാണ് ഇപ്പോൾ ഈ വിഷയങ്ങൾ പുറത്തു വരാനുള്ള കാരണമായി മാറുന്നത്. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സോഷ്യൽ മീഡിയ ഇരുതല മൂർച്ചയുള്ള ഒരു വാളാണ് എന്ന് തന്നെയാണ്. സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന കാര്യങ്ങൾ കുട്ടികളെ സ്വാധീനിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോഴും കുട്ടികളെയും എല്ലാവരെയും സാധാരണ ജനങ്ങളെയൊക്കെ ഇപ്പോൾ സ്വാധീനിക്കുന്നുണ്ട്. ജനങ്ങളുടെ ഒരു എല്ലാ ജീവിതത്തിന്റെ ഒരു ഭാഗമായി സോഷ്യൽ മീഡിയ മാറിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ സോഷ്യൽ മീഡിയ മാറിയത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ചില വിവരങ്ങളെങ്കിലും പുറത്തു വരുന്നതും. പക്ഷെ വ്യാജ നിർമ്മിതികളെ ഉണ്ടാക്കുന്ന കാര്യത്തിൽ നമ്മുടെ സോഷ്യൽ മീഡിയ കുറച്ചുകൂടി ഒരു ജാഗ്രത പാലിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ പല സിനിമയിലാണെങ്കിലും റിവ്യൂവേഴ്സ് എന്നൊക്കെ പറഞ്ഞു വരുന്നത് എന്ത് റിവ്യൂ ചെയ്യുന്നത് എനിക്കറിയില്ല. ചുമ്മാതെ സിനിമ നടക്കുന്ന തിയേറ്ററിന് മുന്നിൽ വന്ന് കിടന്ന കോമാളിത്തരം കാണിക്കുന്നവരെ റിവ്യൂവേഴ്സ് ആയിട്ട് വാഴ്ത്തപ്പെടുന്നു. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില ആൾക്കാർ സോഷ്യൽ മീഡിയ നൽകുന്ന ഹൈപ്പ് കൊണ്ട് ജീവിക്കുന്ന ചില ആൾക്കാരുണ്ട്. അപ്പോ അതുകൊണ്ട് അതിന് നേരെ വിപരീതമാണ് ഒരു പക്ഷെ നല്ല റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു കൊണ്ടുവരുന്ന ചില വ്ളോഗേഴ്സ് എങ്കിലും ഉണ്ട് എന്ന കാര്യത്തിൽ ആശ്വാസമുണ്ട്. പക്ഷെ കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി ഇത്തരം വിഷയങ്ങളെ സമീപിക്കേണ്ടിയിരിക്കുന്നു. ഈ അനാഥാലയങ്ങളും മറ്റും നടത്തുമ്പോൾ അനാഥാലയങ്ങളെ റിവ്യൂ ചെയ്യാനുള്ള കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾ വളരെ കൃത്യമായി ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ നിരവധി വിഷയങ്ങൾ ആ അനാഥാലയവുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. അനാഥാലയം എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ആരും നോക്കാനില്ലാത്ത ആൾക്കാരാണ്, ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്തവരാണ്. അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ ഇത്രയൊക്കെ മതി എന്നായിരിക്കും ജനങ്ങളുടെ ഒരു വിചാരം, അല്ലെങ്കിൽ അനാഥാലയം നടത്തിപ്പുകാരുടെ വിചാരം. അവർക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തതുകൊണ്ട് എന്തുമാകാം എന്നുള്ളതാണ്. ഇത് എനിക്ക് തോന്നുന്നു 4 വർഷമേ ആയിട്ടുണ്ട് ഈ കുട്ടിയുടെ അമ്മ മരിച്ചിട്ട് അതിനുശേഷം അച്ഛൻ വേണ്ട എന്ന് പറഞ്ഞ കുട്ടിയാണെന്നാണ് ഈ അനാഥാലയം നടത്തിപ്പുകാരി പറയുന്നത്. അതിന്റെ യഥാർത്ഥ വിവരങ്ങൾ നമുക്കറിയില്ല. ഏതായാലും അച്ഛൻ ഏറ്റെടുക്കാൻ വിസമ്മതിച്ച കുട്ടിയെ താൻ വലിയ സ്നേഹത്തോടെ ഏറ്റെടുക്കുന്നു, തന്റെ മകളായി ഏറ്റെടുക്കുന്നു എന്നൊക്കെയാണ് ഇവർ പറഞ്ഞിരുന്നത്. പക്ഷെ ഇതെല്ലാം വ്യാജമായിരുന്നു എന്നും അവരുടെ മകൻ മുതലെടുത്ത അല്ലെങ്കിൽ അവരുടെ മകൻ ഉപയോഗിച്ചു കഴിഞ്ഞ ഒരു പെൺകുട്ടിയെ തീരെ നിവൃത്തിയില്ലാത്തതും 17 വയസ്സുള്ളപ്പോ, 18 വയസ്സ് തികഞ്ഞില്ല, 18 വയസ്സ് തികഞ്ഞതിന്റെ പിറ്റേ മാസമായിരുന്നു, പിറ്റേ ആഴ്ചയായിരുന്നു ആ കുട്ടിയുടെ കല്യാണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഈ പെൺകുട്ടിയെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളാണ് ഇവരുടെ മകൻ എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ തീരെ നിവൃത്തിയില്ലാതെ ഏറ്റെടുത്ത ഒരു വിഷയത്തെ പോലും വലിയ സോഷ്യൽ മീഡിയയുടെ അകമ്പടിയോടുകൂടി വലിയ കല്യാണം എന്ന രീതിയിൽ അല്ലെങ്കിൽ താൻ വലിയ ത്യാഗം ചെയ്തു എന്ന രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ട് ഈ സ്ത്രീ വന്നത് തന്നെ നമുക്കറിയാം. അതിനുശേഷം നിരവധി പണപ്പിരിവുകൾ നമുക്കറിയാം. അങ്ങനെ വരുമ്പോ പൊതുവെ ആ സെന്ററിനോട് ഒരു ഇഷ്ടം അല്ലെ ആർക്കെങ്കിലും തോന്നും. ഈ കല്യാണത്തിന്റെ വീഡിയോ കണ്ടപ്പോൾ പോലും എനിക്ക് പോലും വലിയ സന്തോഷമുണ്ടായി. അങ്ങനെ ഒരു ആ പെൺകുട്ടി ഏറ്റെടുക്കാൻ ഒരാളുണ്ടായല്ലോ എന്നുള്ളത്. പക്ഷെ പിന്നീടാണ് ആ പെൺകുട്ടി പീഡിപ്പിക്കപ്പെടുകയായിരുന്നു. അന്ന് തന്നെ വിവാഹം കഴിഞ്ഞ ദിവസം പോലും ആ പെൺകുട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് മാധ്യമങ്ങൾക്കെല്ലാം ഇന്റർവ്യൂ കൊടുത്തു കഴിഞ്ഞു. മാധ്യമങ്ങൾ എന്ന് പറയുന്നില്ല, എന്റർടൈൻമെന്റ് ചാനലുകൾ, അവർക്കെല്ലാം ഇന്റർവ്യൂ കൊടുത്തു കഴിഞ്ഞ ശേഷം പെൺകുട്ടി പോലീസ് സ്റ്റേഷനിൽ പോയി അവിടെ കുത്തിയിരിപ്പ് നടത്തുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പക്ഷെ അങ്ങനെയെങ്കിൽ തീർച്ചയായും സംവിധാനങ്ങൾ, ഈ അനാഥാലയത്തിൽ ഒരു പെൺകുട്ടി ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് പരാതി പറയുമ്പോൾ അത് അറിയിക്കേണ്ട ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയോ അല്ലെങ്കിൽ കളക്ടറെയോ ഒക്കെ വിളിച്ചറിയിക്കാനുള്ള മാന്യത കാണിക്കേണ്ടത് പോലീസാണ്. ഇവിടെ ഈ കേസിൽ കൃത്യമായി ഗവൺമെന്റിന്റെ മെഷീനറി അടക്കം കൃത്യവിലോപം നടത്തിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം 17 വയസ്സുള്ള ഒരു പെൺകുട്ടി, ആ 17 വയസ്സുള്ള പെൺകുട്ടി 18 വയസ്സിലാകുമ്പോഴാണ്, 18 വയസ്സും 2 മാസമോ 1 മാസമോ കഴിയുമ്പോഴാണ് വിവാഹം നടക്കുന്നത്. ഈ സമയത്ത് പോലീസിൽ കംപ്ലൈന്റ് വന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോ ആ പെൺകുട്ടിയെ കുറിച്ച് അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചതിനെ കുറിച്ച് വിശദമായ അന്വേഷണം പോലീസ് നടത്തിയിട്ടില്ല. ഇനി ആശുപത്രിയിലേക്ക് എത്തുമ്പോൾ, പ്രൈവറ്റ് ആശുപത്രി ആണെങ്കിലും ഏത് ആശുപത്രി ആണെങ്കിലും 4 മാസം മുമ്പ് പെൺകുട്ടി വിവാഹം കഴിച്ച് അടുത്ത ആഴ്ച 4 മാസമായി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചികിത്സ തേടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം 18 വയസ്സ് എന്ന് പറയുമ്പോൾ അതിന് മുമ്പ് ആണ് ഈ കുട്ടി കൺസീവ് ചെയ്തതെന്ന് ഡോക്ടർമാർക്ക് മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെയെങ്കിൽ ഡോക്ടർ വളരെ കൃത്യമായി തന്നെ ആ സംവിധാനം, അതായത് കളക്ടറെ അടക്കം അറിയിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ ഇനി അനാഥയാണ് എന്നൊരു പക്ഷേ അല്ലെങ്കിൽ അനാഥാലയത്തിലെ കുട്ടിയാണെന്ന് ഡോക്ടറിന് അറിയാത്തത് കൊണ്ട് സംഭവിച്ച കൃത്യവിലോപവും ആകാം.
പക്ഷേ പോലീസും CWCയും അതുപോലെ തന്നെ കളക്ടർ അടക്കമുള്ളവർ ഈ കേസിൽ പ്രതിസ്ഥാനത്താണ്. ഈ കല്യാണം നടത്തിക്കൊടുത്ത നമുക്കറിയാം ചിറ്റയം ഗോപകുമാർ അടക്കമുള്ള ആൾക്കാർ നിന്നുകൊണ്ടാണ്. ചിറ്റയം ഗോപകുമാറാണ് അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് കൈപിടിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോ നമുക്ക് ഇത് വലിയ രീതിയിലുള്ള ഒരു കൃത്യവിലോപം നടന്നിരിക്കുന്നു. വളരെ കൃത്യമായി തന്നെ ഗവൺമെന്റ് സംവിധാനങ്ങളെയും അതുപോലെ തന്നെ സാധാരണക്കാരെയും ഒക്കെ മുതലെടുക്കാനുള്ള ഒരു രീതിയിലേക്ക് ഈ നടത്തിപ്പുകാരി ഉദയഗിരിജ എന്ന് പറയുന്ന ഈ നടത്തിപ്പുകാരി അതിനുള്ള സംവിധാനം ചെയ്തു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ നിന്ന് തന്നെയാണ് ഇപ്പൊ നമുക്ക് പോക്സോ കേസിലേക്ക് വന്നിരിക്കുന്നു. പക്ഷേ പോക്സോ കേസ് എടുക്കുമ്പോഴും ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനിയും അവിടെ പെൺകുട്ടികൾ, നിരവധി പെൺകുട്ടികൾ ഈ അനാഥാലയത്തിലുണ്ട്. ആ കുട്ടികളുടെ സംരക്ഷണം ഉറപ്പാക്കാൻ സർക്കാർ എന്ത് നടപടിയാണ് എടുക്കുന്നത്, CWC എന്ത് നടപടിയാണ് എടുക്കുന്നത് എന്നുള്ളതാണ്. മാത്രവുമല്ല ഇനിയുള്ള അനാഥാലയങ്ങളുടെ കാര്യത്തിൽ നിരവധി അനാഥാലയങ്ങൾ അവിടെ ഇവിടെയൊക്കെ കൂണുപോലെ മുളച്ചു പൊന്തിയിട്ടുണ്ട്. അത്തരം അനാഥാലയങ്ങളുടെ കാര്യത്തിലുമൊക്കെ ഒരു റിവ്യൂ വളരെ കൃത്യമായി തന്നെ ഒരു മാസത്തിലെങ്കിലും ഇത്തരം അനാഥാലയങ്ങളിലുമൊക്കെ റിവ്യൂ നടത്തിക്കൊണ്ട് നമ്മുടെ ഈ കുട്ടികൾ സർക്കാരിന്റെ കുട്ടികളാണ്. നമുക്കറിയാമല്ലോ, അനാഥരായി പോകുന്നവരെയൊക്കെ ഏറ്റെടുക്കേണ്ടതും അവരുടെ വെൽഫെയറും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടതാണ്. അപ്പോ തീർച്ചയായിട്ടും ഒരുപക്ഷെ നമ്മളെയൊക്കെ മാതാപിതാക്കൾ നോക്കുന്നത്, നമ്മളും കുട്ടികൾ സ്റ്റേറ്റിന്റേതാണെന്നാണ് വെപ്പ് എങ്കിൽ പോലും നമുക്കൊക്കെ മാതാപിതാക്കൾ ഒരു കസ്റ്റോഡിയൻ എന്ന രീതിയിൽ ഗാർഡിയൻ ഉണ്ട്. പക്ഷെ ആ കുട്ടികൾക്ക് അതുപോലും ഇല്ല. അപ്പോൾ സർക്കാരാണ്, കളക്ടറാണ് ഗാർഡിയനായി നിൽക്കേണ്ടത്. ഇവിടെ കൃത്യമായ കൃത്യവിലോപത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരിക്കുന്നത്. ഇത് ചിലപ്പോഴെങ്കിലും ചിലർക്ക് ആൾക്കാരെ കണ്ണിൽ പൊടിയിട്ട് കുറച്ചു കാലമൊക്കെ ഇങ്ങനെ പറ്റിച്ചുകൊണ്ട് നടക്കാൻ പറ്റും. അത് എല്ലാ കാലത്തും നടക്കില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന സംഭവങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത്. വളരെ കൃത്യമായ ഒരു നിയമ നടപടിയിലേക്ക് കടക്കേണ്ടതുണ്ട്. ആ നിയമ നടപടിയിലേക്ക് കടന്നെങ്കിൽ മാത്രമേ ഇനിയുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇനി ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങളെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയുള്ളൂ.